പറവൂർ പരഞ്ചേട്ടൻ എനിക്ക് പരിചയമുണ്ട്. ഞാൻ സലീം കുമാറേട്ടന്റെ ട്രൂപ്പിലായിരുന്നല്ലോ 25 വർഷം മുമ്പ് തുടങ്ങുന്നത്. അപ്പം ഞങ്ങളുടെ ട്രൂപ്പിന്റെ റിഹേഴ്സൽ തുടങ്ങുമ്പോൾ പറവൂർ പരഞ്ചേട്ടൻ അത്രയും സിനിമകളുടെ തിരക്കില്ലാത്ത സമയം ഞങ്ങളുടെ റിഹേഴ്സൽ നടക്കുന്ന സ്ഥലത്ത് വന്നിരുന്ന് അദ്ദേഹം നമ്മുടെ ട്രൂപ്പിന്റെ റിഹേഴ്സലൊക്കെ കാണുകയും ഇടയ്ക്ക് ഇങ്ങനെ ഈ ഒരു പ്രദേശങ്ങളിലുള്ള കഥയൊക്കെ പറയും. പക്ഷെ അദ്ദേഹത്തിന്റെ കാര്യമുണ്ട് ഇതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഭരതേട്ടനെ സുന്ദരാന്ന് വിളിക്കുമ്പോൾ ഞാൻ ആരും സുന്ദരൻ ഭരതേട്ടൻ വരും. അപ്പോഴത്തേക്ക് ചോദിക്കും നീ സുന്ദരനാ? അപ്പൊ ഭരതേട്ടൻ കളിയാക്കും കൊണ്ടല്ലോ അവൻ സുന്ദരനാണെന്ന് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോന്ന് പറയും. അപ്പോഴാണ് അവരുടെ ആ സ്നേഹത്തിന്റെ ഈ നസീറും ചേട്ടനുമായിട്ടുള്ള ഒരു സ്നേഹബന്ധത്തെ പറ്റി പറഞ്ഞല്ലോ. ഏതോ ഒരു ഷൂട്ടിങ്ങിന് പോയപ്പോൾ ഒരു മുറിയാണ് ഇവർക്ക് കൊടുത്തത്, ഒരു കട്ടിലേ ഉള്ളൂ. അപ്പം ഷൂട്ടിങ് കഴിഞ്ഞ് വന്നപ്പം എവിടെ കിടക്കുമെന്നുള്ളതായിപ്പോയി. അപ്പം ബേച്ചാൻ പറഞ്ഞു അളിയൻ കട്ടിലേ കിടന്നു, ഞാൻ താഴെ ഇല്ലില്ല അളിയൻ തന്നെ കട്ടിലേക്ക്. അങ്ങനെ ജ്യേഷ്ഠനെ കട്ടിലേക്ക് കിടത്തിയിട്ട് ഇല്ല, അവസാനം അവർ തീരുമാനത്തിൽ കട്ടിൽ മടക്കി വെച്ചു. ഇത് ഭയങ്കര ഇതൊക്കെ പറഞ്ഞ് മടക്കി വെച്ചിട്ട് അതുപോലെ ഒരു അടുപ്പം ഉണ്ടായിരുന്നു. ഞാനിപ്പോഴും ഓർക്കും ഇവരുടെ കല്യാണത്തിന് നസീർ വീട്ടിൽ വന്നതും എന്റെ പെങ്ങന്മാരുടെ കല്യാണം, ഞങ്ങളുടെ വീട്ടിലെ തറവാട്ടിലെ പെങ്ങന്മാരുടെ ഒക്കെ കല്യാണത്തിന് SP പിള്ള, അന്നത്തെ മിസ് കുമാരി, മുത്തയ്യ, അന്നത്തെ സിനിമ ഇൻഡസ്ട്രി ഫാമിലി മാറിയായിരുന്നു. അവരൊക്കെ വരുമായിരുന്നു കേട്ടോ. എന്റെ വീട്ടിലുള്ളതെന്നുണ്ടെങ്കിൽ എല്ലാവരും വരും, നല്ലതിനും ചീത്തയും എന്ത് നടന്നാലും. ഇത്രയൊക്കെ പറയുമ്പോഴും ടെലിവിഷന്റെ ഒരു ഏരിയയിലേക്ക് വന്നാൽ നമ്മൾ സിനിമ പറഞ്ഞു, പാട്ട് പറഞ്ഞു, ടെലിവിഷനിലെ മികായലിന്റെ സന്തതികൾ എന്ന് പറയുന്ന പരമ്പരയിൽ അഭിനയിക്കുകയും അതിന് അവാർഡ് വാങ്ങുകയും സ്റ്റേറ്റ് ടെലിവിഷൻ അവാർഡ് കിട്ടിയ അഭിനയത്തിനുള്ള അവാർഡും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് ഈ ഒരു ജോസ് പ്രകാശ് സാർ എന്ന് പറയുന്ന ആള്. ജോസ് പ്രകാശ് എന്ന അതുല്യ പ്രതിഭയുടെ ഓർമ്മകളുമായി നമ്മളുടെ മുന്നിലേക്ക് മറ്റൊരാൾ കൂടി എത്തുകയാണ്. പ്രകാശ് സാറിൻ്റെ കൂടെ ഒരു സിനിമയിലും ഒരു സീരിയലിലും അഭിനയിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. സിനിമ, പത്രം, അതിലാണ് ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ആ സിനിമയിലുള്ള പ്രസൻസ് എനിക്ക് എൻ്റെ കൂടെ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ സീരിയൽ അഭിനയിച്ചപ്പോഴാണ് കുറച്ചും കൂടി അടുത്ത് സംസാരിക്കാനും ഇതിനൊക്കെയുള്ളൊരു അവസരം കിട്ടിയത്. വാവ എന്നുള്ള സീരിയലിലാണ്, അത് സൂര്യ TV-യിലായിരുന്നു ടെലികാസ്റ്റിംഗ്. അപ്പോൾ ഈ വാവ എന്ന് പറഞ്ഞാൽ അതിലെ നായികയുടെ മുത്തശ്ശനാണ് ജോസ് പ്രകാശ് സാർ. അപ്പോൾ അന്നാണ് കുറച്ചും കൂടി എനിക്ക് അദ്ദേഹമായിട്ട് കൂടുതൽ സംസാരിക്കാനും, അന്നാണ് ഞാൻ അറിയുന്നത് തന്നെ അദ്ദേഹം ഒരു ഗായകനായിട്ടായിരുന്നു ഈ മലയാള സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വന്നത് എന്നുള്ള കാര്യമൊക്കെ അപ്പോഴറിയണം. വളരെ അത്ഭുതത്തോടു കൂടിയായിരുന്നു ആ കഥകളൊക്കെ ഞാൻ കേട്ടിരുന്നത്. പിന്നെ അദ്ദേഹം എന്താ പറയുക, ഒരു എലിഗൻറ്റ് പേഴ്സണാലിറ്റി. നമുക്ക് എന്താ പറയുക, അത്രയും ദൂരെ നിന്ന് ബഹുമാനിച്ച് അടുത്തേക്ക് വരാൻ തന്നെ നമുക്കൊരു ആ ഒരു ഗാംഭീര്യം കാരണം ആദ്യമൊന്നും അധികം സംസാരിക്കാൻ പോയില്ല. പക്ഷേ അദ്ദേഹം നമ്മളൊരു തുടക്കക്കാരനാണെന്നുള്ള രീതിയിലുള്ളൊരു പെരുമാറ്റമൊന്നും ആയിരുന്നില്ല നമ്മളോട്. വളരെ ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു നമ്മളോടൊക്കെ സംസാരിച്ചുകൊണ്ടും ഇരുന്നത്. അതൊരു ആ പഴയ കാലത്തെ ആർട്ടിസ്റ്റുകളുടെ ഒരു ഗുണമാണ്. ആ ഒരു സംസ്കാരം എന്ന് പറയുന്നാൽ നമ്മളിപ്പോഴത്തെ തലമുറയാണെങ്കിലും കണ്ടുപഠിക്കേണ്ടതാണ്. മറ്റ് എത്ര ജൂനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളെ ആണെങ്കിലും എത്ര തുടക്കക്കാരാണെങ്കിലും ഒക്കെ ബഹുമാനം നൽകുന്നതാണെങ്കിലും അവരെ എന്താ പറയുക, നന്മ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതെനിക്ക് വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട് അദ്ദേഹമായിട്ടുള്ള ആ ഒരു അഭിനയം.